നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരെ അനുജത്തിമാരെ, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ചാനൽ. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഏതാ? ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. നമ്മളിപ്പോൾ ഏതുവരെ എത്തി? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ തുറന്നു. എന്നിട്ട് ഫസ്റ്റ് കണ്ട ചാപ്റ്റർ ഏതാ? റിയൽ നമ്പേഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. പിന്നെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ കഴിഞ്ഞു. ഫണ്ടമെൻ്റൽ തിയറം, അരിത്തമെറ്റിക് ഫണ്ടമെൻ്റൽ തിയറം അത് പഠിച്ചു. HCF LCM അതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു. പ്രൈം നമ്പറിൻ്റെ ഒരു ചെറിയ ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെ പലതും ഇനി എൻ്റെ കയ്യിലുണ്ട്. ഓരോന്നായിട്ട് ആവശ്യമുള്ള സമയത്ത് ഗ്രീൻ ചാനലിൻ്റെ ക്ലാസ്സുകളിലൂടെ ഞാൻ ഇറക്കാം. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞപ്പോഴേ പറഞ്ഞു, റാഷണൽ നമ്പേഴ്സിൻ്റെ കൂടുതൽ പ്രോബ്ലംസും ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ റാഷണൽ നമ്പേഴ്സിനെ പറ്റി സ്പെസിഫിക് ആയിട്ട് എടുക്കുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. സോ ആ ക്ലാസ് എത്തിയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ? P/Q ഫോർമാറ്റിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പറും റാഷണൽ നമ്പർ ആണെന്നല്ലേ? P/Q ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടെ ആഡ് ചെയ്താണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് പഠിക്കാനായിട്ട്. ആദ്യത്തെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ഒരു ബേസ് ആയിരിക്കും. ആ ബേസിൽ നിന്ന് നമ്മൾ ഓരോ കട്ടയായിട്ട് വെച്ച് നമ്മളൊരു ഗോപുരം തന്നെ പണിയും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളിപ്പോൾ ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്? റാഷണൽ നമ്പേഴ്സ് P/Q ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു നമ്പറാണെന്ന് പറഞ്ഞു. ഒരു റാഷണൽ നമ്പർ തന്നെ എന്തൊക്കെ രീതിയിലുണ്ട്? 2 രീതിയിലുണ്ട്. ഓക്കെ, എന്താണ്? ടെർമിനേറ്റിംഗ്, നോൺ ടെർമിനേറ്റിംഗ്. ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, പിന്നെ 0, പിന്നെ 10, പിന്നെ 0.235 അല്ലെങ്കിൽ 117.2643 അങ്ങനെ വന്ന് നിൽക്കുന്ന എല്ലാ നമ്പേഴ്സും ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് ഏതിനെ കണ്ടാലും ഒരു സംശയവും കൂടാതെ ധൈര്യമായിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് പറയാം ഇതൊരു റാഷണൽ നമ്പറാണ്, ഈവൻ ഒരു റാഷണൽ നമ്പറാണെന്ന്. ഇനി നോൺ ടെർമിനേറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് 2 കണ്ടീഷൻസ് ആണ് വരുന്നത്. എന്തൊക്കെയാണ്? കൂടെ പറയൂ, എന്താണ്? റെക്കറിങ് ആൻഡ് നോൺ റെക്കറിങ്. ഓക്കെ, റെക്കറിങ് നമ്പേഴ്സും വരും, നോൺ റെക്കറിങ് നമ്പേഴ്സും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് റെക്കറിങ്, എന്താണ് നോൺ റെക്കറിങ്? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. റീ ഒക്കറിങ് അഥവാ റിപ്പീറ്റിംഗ്, ഒരേ സംഭവം തന്നെ പിന്നെയും പാറ്റേൺ അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ റെക്കറിങ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 1.23 ബാർ എന്ന് റെപ്രസെൻ്റ് ചെയ്തത് എന്താണ്? 1.2323 അങ്ങനെ പോകും. നിൽക്കാത്ത നമ്പേഴ്സ്, ഇതൊക്കെ ടെർമിനേറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ആണെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ് എല്ലാം ഒറ്റ പോക്കായിരിക്കും, നിൽക്കത്തേ ഇല്ല, അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. ഇങ്ങനത്തെ റെക്കറിങ് നമ്പേഴ്സ് ഈ ഒരു ബാറിൻ്റെ സൈസ് എത്ര വേണമെങ്കിലും മാറാം. ഇപ്പോൾ 56.265 ബാർ എന്നാണെങ്കിൽ 56.265 പിന്നെ 265 അങ്ങനെ പോകും. അതാണ് റെക്കറിങ് നമ്പേഴ്സ്. ഇനി നോൺ റെക്കറിങ് എന്ന് പറയുമ്പോൾ ഇതല്ലാതെ ബാക്കിയുള്ള എല്ലാം നോൺ ടെർമിനേറ്റിംഗ് നോൺ റെക്കറിങ് നമ്പേഴ്സ്. എന്താണ് അതിൻ്റെ എക്സാമ്പിൾസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് 1.2345 അങ്ങനെ നിങ്ങൾ പറയുന്ന ഏതൊരു നമ്പേഴ്സും ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ക്ലാസ്സിൽ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്ത് പറഞ്ഞു? നോൺ റെക്കറിങ് നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സ്, നോൺ റെക്കറിങ് നോൺ ടെർമിനേറ്റിംഗ് നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. അത് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ സെക്ഷൻ നമ്മൾ ക്ലിയർ ആയിട്ട് എടുക്കുമ്പോൾ കംപ്ലീറ്റ് ക്ലിയർ ക്രിസ്റ്റലായിട്ട് അത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് 2 സെക്ഷൻസ് ആണ്. ഒന്ന് ടെർമിനേറ്റിംഗ്, പിന്നെ നോൺ ടെർമിനേറ്റിംഗ് കണ്ടീഷൻ വരുമ്പോൾ ഉള്ള റെക്കറിങ്, നോൺ ടെർമിനേറ്റിംഗ് റെക്കറിങ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കി. P/Q ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ്. പിന്നെ അതിൻ്റെ 2 ടൈപ്സ്, ടെർമിനേറ്റിംഗ് നോൺ ടെർമിനേറ്റിംഗ്. നോൺ ടെർമിനേറ്റിംഗിന് തന്നെ 2 ഭാഗങ്ങൾ, റെക്കറിങ് ആൻഡ് നോൺ റെക്കറിങ്. ഇനി ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു നമ്മൾ എന്തിനാ ഈ നമ്പേഴ്സിനെ ഇത്രയും ഇപ്പോൾ 1, 2, 3 നാച്ചുറൽ നമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു കോംപ്ലക്സ് ആയിട്ടൊരു റെപ്രസെൻറ്റേഷൻ ആണ് ഇങ്ങനെ പോകുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നത്?
ഞാൻ പറഞ്ഞു ഇത് കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ ഹയർ സ്റ്റഡീസിനും അല്ല വർക്കിനൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിലും അങ്ങനെ ഒരു ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ്, ആർക്കിടെക്ചർ, ഏതൊരു ഫീൽഡിനാണെങ്കിലും പ്രസിഷൻ കൂടുതലായിട്ട്, അതായത് കൃത്യമായിട്ട് ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ ഒന്നും ആയിരിക്കില്ല, അതിനും കൂടുതൽ മില്ലിമീറ്ററിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് ഓരോന്നും മാറി മറിയുന്നതെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അതൊക്കെ അളക്കാനും ഈ ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് കൃത്യമായി അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഈ ഇറാഷണൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സും ഇങ്ങനെ ഡെസിമൽ ഫോർമാറ്റിൽ വയ്ക്കുന്നതിനെ കാട്ടിയും അത് ഫ്രാക്ഷണൽ ഫോർമാറ്റിൽ P/Q എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ അതിൽ ഓപ്പറേഷൻസ്, ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ, ഇപ്പോൾ സിമ്പിളായിട്ട് അഡിഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആയിരിക്കാം, എന്താണെങ്കിലും ചെയ്യാൻ നമുക്ക് എളുപ്പം, ഏറ്റവും എളുപ്പം P/Q ഫോർമാറ്റിൽ, അതിനെ ഒരു ഫ്രാക്ഷണൽ ഫോർമാറ്റിലോട്ട് മാറ്റി ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ഇനി അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെർമിനേറ്റിംഗ് നമ്പേഴ്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഒരു 0.565 ഇതൊരു ടെർമിനേറ്റിംഗ് നമ്പറാണ്. ടെർമിനേറ്റിംഗ് നമ്പർ ഇതിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷണലായിട്ട് റെപ്രസെൻ്റ് ചെയ്യും? ഒന്നുമില്ല, സിമ്പിളാ. ഏതാ നമ്പർ? 565 P/Q ഫോർമാറ്റാണേ. അപ്പോൾ താഴെ ഒരു ഡെസിമലും വേണം, താഴെ ഒരു നമ്പറും വേണം. ഇതിൽ Q ഏത് നമ്പർ ആവാൻ പാടില്ല? Q ഏത് നമ്പർ ആവാൻ പാടില്ല? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. Q ഒരിക്കലും 0 ആവാൻ പാടില്ല. അത് കുറച്ചുകൂടെ ഒരു കോംപ്ലക്സ് ഒരു കോൺസെപ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ ഇത്രയും സിമ്പിളായിട്ട് മാത്രം മനസ്സിലാക്കിയാൽ മതി. Q ഒരിക്കലും 0 ആവാൻ പാടില്ല. P 0 ആവാം, കുഴപ്പമില്ല. P 0 ആവാം, 0/1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അതൊരു റാഷണൽ നമ്പർ ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. Q ഒരിക്കലും 0 ആവാൻ പാടില്ല. അത് ഈ ഒരു നമ്മുടെ സെക്ഷനിൽ അതിൻ്റെ ഒരു സ്കോപ്പ് വരുന്നില്ല. ഇനിയുള്ള ഗ്രീൻ ചാനലിൻ്റെ ക്ലാസ്സുകൾ ഞാൻ നിങ്ങൾക്ക് അത് ഡൗട്ടായിട്ട് തന്നെ കിടക്കുകയാണെങ്കിൽ അതൊന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 565.565 അതിനെ P/Q ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ്. ശ്രദ്ധിക്കുക, നമുക്കൊരു 1 എഴുതാം. എന്നിട്ട് എത്ര പോയിൻ്റാണ് ഇപ്പുറത്ത് കിടക്കുന്നത്? എത്ര നമ്പറുണ്ട്? 1, 2, 3 നമ്പർ ചാടി നമ്മൾ ഡെസിമൽ പോയിന്റ് ഇപ്പുറത്ത് വരണമെങ്കിൽ 3 0 നമ്മൾ താഴെ ഇട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാ P/Q ഫോർമാറ്റിലായി. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. 62.73 പോട്ടെ, കുറച്ചുകൂടെ നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിയിൽ 62.073 അങ്ങനെയാണെങ്കിലോ നമുക്ക് ഏതാ നമ്പർ അപ്പോൾ വേണ്ടത്? 62,073 എന്ന നമ്പർ നമുക്ക് കിട്ടണം. ലൈനും കിട്ടും. ഇനി നമുക്ക് Q എന്താവും? 1 എഴുതുക. എവിടെയാണ് ഡെസിമൽ കിടക്കുന്നത്? ദാ ഇവിടെയാണ് ഡെസിമൽ കിടക്കുന്നത്. ഡെസിമൽ എത്ര നമ്പർ ചാടിക്കടക്കണം? ചാടിക്കടന്നവൻ 1, 2, 3 3 ചാടിക്കടന്നാൽ നമ്മൾ 3 0 ഇടും. 1, 2, 3. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. ഡെസിമൽ, ഒരു ടെർമിനേറ്റിംഗ് ഡെസിമലിനെ, ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പറിനെ, ടെർമിനേറ്റിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ തന്നെയാണ്, അതിന് ചോദ്യമൊന്നുമില്ല. അതിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1000, അത് 100ൻ്റെ ടേംസിൽ, ലൈക്ക് 10ൻ്റെ ടേംസിൽ നമുക്ക് എഴുതാൻ പറ്റും. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇതിനെ A/B എന്ന് എഴുതാൻ പറ്റും. B എന്ത് നമ്പറാണ്? ഒരു 10⁻m എന്നുള്ളൊരു നമ്പറാണ്, ഓർ 10⁻x എന്നുള്ള നമ്പറാണ്. x എത്ര വേണേലും ആവാം. ഇതിനെ ഇപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്കിവിടെ ഒന്ന് മാറ്റി എഴുതാം. ഓക്കെ, 565 ഇപ്പം അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇതെത്രയാ? 1000 എന്ന് പറയുന്നത് 10⁻, എത്രയാ? 1, 2, 3. എത്ര? 1, 2, 3. 3 0 ഇല്ലേ? അപ്പോൾ ഇവിടെ 3 ഇട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, 10 ക്യൂബാണ് 1000. അപ്പോൾ 10 സ്ക്വയറോ? 10⁻1 എന്ന് പറഞ്ഞാൽ 10 എന്ന് കിട്ടി, ഒരു 0 ഉള്ളൂ. 10⁻2 എന്ന് പറഞ്ഞാൽ 1, 2, 2 0. 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ? 1, 2, 3 0. അപ്പോൾ 10⁻4 എത്രയാ? 10⁻4 എത്ര 0 വരും? 1, 2, 3, 4. ഇതിനെക്കാട്ടി സിമ്പിൾ ആവാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ ഇത് 10 ക്യൂബ് ആണ്. ഇവിടെ 3 0 ആണല്ലേ, അപ്പോൾ കുഴപ്പമില്ല. 62073
10 ക്യൂബ്. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ടേർമിനേറ്റിംഗ് നമ്പറിനെയും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഏതൊരു ടേർമിനേറ്റിംഗ് നമ്പറിനെയും നമുക്ക് a by b എന്ന ഫോമാറ്റിൽ എഴുതാൻ പറ്റും. വേർ b is equal to 10 raised to x. ഇത് നിങ്ങളുടെ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ സ്വന്തം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതാണ് ഏറ്റവും ആവശ്യം. നമ്മൾ എത്ര നോട്ട്സ് ഇപ്പോൾ ആരൊക്കെ പറഞ്ഞ നോട്ട്സ് എഴുതിയാലും നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ എഴുതി വെക്കണം. അതായിരിക്കും നമ്മൾ പെട്ടെന്ന് നമുക്ക് വായിച്ചാൽ കത്തുന്നത്. അതായിരിക്കും നമ്മുടെ സാറ് പറഞ്ഞിരുന്ന ഇതാണെങ്കിലോ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ചിലപ്പോൾ നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്യാമായിരിക്കും. അതിനെക്കാട്ടി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുന്ന രീതിയിൽ എഴുതി വെക്കുന്നതാണ് എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് മറന്നു പോകാതിരിക്കുക. ഏതൊരു ടേർമിനേറ്റിംഗ് റാഷണൽ നമ്പറും, ടേർമിനേറ്റിംഗ് നമ്പറാണെങ്കിൽ റാഷണൽ നമ്പർ തന്നെയാണ്. ടേർമിനേറ്റിംഗ് നമ്പറിനെയും നമുക്ക് a by b എന്ന് എഴുതാം. വേർ b will be equal to 10 raised to x. 10 raised to 0 എത്രയാ? 1 2 3 ഒക്കെ പറഞ്ഞില്ലേ? അപ്പോൾ 10 raised to 0 1. ഓക്കെ, 0 zeros ആണുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ കണ്ടു. ഇനി എന്താ നമുക്ക് നോക്കാനുള്ളത്? നമുക്ക് ഇതിനേക്കൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. നമ്മൾ നേരത്തെ അതല്ലേ കണ്ടത്, നമുക്കൊന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ സംഭവം മനസ്സിലായി. 10ൻ്റെ ഓരോ പവേഴ്സ് വെച്ച് മാറുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കാം. സോ 0.375 ഇത് നമ്മൾ എങ്ങനെ എഴുതും? ഇപ്പോൾ നമ്മൾ പഠിച്ചേ ഉള്ളൂ. എങ്ങനെ? 375 by 1 2 3 മൂന്ന് നമ്പേഴ്സ് ചാടിക്കണത് ഇങ്ങനെ എത്തി. ഇത് ആക്ച്വലി എന്താണ്? 375 by 10 ക്യൂബ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു 10 raised to എന്ത് പവർ ഉണ്ടെങ്കിലും 10 raised to x എന്ന പവർ ആണെങ്കിൽ 10നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്താൽ എന്ത് കിട്ടും? 2 into 5, 2 multiplied by 5. നമ്മൾ 6 raised to 9ൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? അപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. 2 multiplied by 5 the whole raised to x. അത് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to x multiplied by 5 raised to x. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, പല കാര്യങ്ങളും നമുക്ക് ഈ പവേഴ്സൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ചെറിയൊരു ഡൗട്ട് വരാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. സോ ആ ഒരു കോൺസെപ്റ്റിൽ ഇവിടെ എത്രയാണ്? ഇവിടെ 10 ക്യൂബാണ്. എക്സിൻ്റെ സ്ഥാനത്ത് ക്യൂബാണ് വരുന്നത്. സോ സിമ്പിളായിട്ട് എഴുതിയാൽ എന്ത് വരും? 375 by 2 ഉണ്ട്, 5 ഉണ്ട്. എക്സിൻ്റെ സ്ഥാനത്ത് 3 ആണ്, ഇവിടെ രണ്ടിടത്തും എക്സ് ആണ്. സോ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും ഏതൊരു നമ്പറിനെയും. 10 ക്യൂബ് എന്ന് 10 raised to 4 ആവും, 10 raised to 5 10 raised to x എന്ന രീതിയിൽ എഴുതിക്കുന്ന ഏത് നമ്പറും നമുക്ക് 2ൻ്റെയും 5ൻ്റെയും ടേംസിൽ എഴുതാൻ പറ്റും. നോട്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് 375നെയും കൂടെ ഒന്ന് മാറ്റിയെടുത്താലോ? നമുക്ക് മറ്റവന്മാരെ അപ്പം മാറ്റി എഴുതാം. ഓക്കെ, അവന്മാരവിടെ കിടക്കട്ടെ. 375 ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കാം, എന്ത് കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, 375 കാണുമ്പോഴേക്കും 5 വെച്ച് ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇവിടെ എത്രയാ? 7 വരും അല്ലേ? പിന്നെ 25 ബാക്കിയുണ്ട്. 25 5ൻ്റെ ടേംസിൽ പോകും. പിന്നെയും 5 തന്നെ എടുക്കാം. 75 അല്ലേ? 1 പിന്നെയും 25 വരും. 15 ഇപ്പോൾ 5 തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് 5ൻ്റെ ടേംസിൽ തന്നെ പോവാം. ഓക്കെ, 3 വരും അല്ലേ? 1. അപ്പോൾ 375നെ നമുക്ക് എന്തെഴുതാൻ പറ്റും? 5ൻ്റെ എത്ര തവണ ഉണ്ടത്? 1 2 3 അല്ലേ? എത്ര? 1 2 3 3 തവണയുണ്ട്. സോ 5 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ആൻഡ് പിന്നെ ഒരു 3 ഉണ്ട്. പാവം, ഒരു 3 ഒറ്റയ്ക്കുണ്ട്. 3 raised to 1 എന്നൊന്ന് കിടക്കട്ടെ, അവൻ്റെ മേലെ ആരും വേണ്ടാന്നൊന്നും കംപ്ലൈൻറ്റ് വേണ്ട. അപ്പോൾ താഴെ എന്താ? 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. കട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ടോ എന്തെങ്കിലും? മേലെയും 5 ക്യൂബ്, താഴെയും 5 ക്യൂബ്. 5 ക്യൂബും 5 ക്യൂബും ഞാൻ കട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടി എന്ത്? 375 by 1000 അല്ലെങ്കിൽ 0.365 എന്ന് പറയുന്നത് 3/2 ക്യൂബ് ആണെന്ന്. രണ്ടും പ്രൈം നമ്പേഴ്സ് അല്ലേ? 3യും പ്രൈം നമ്പറാണ്, 2വും പ്രൈം നമ്പറാണ്. ഇങ്ങനെ ഏതൊരു നമ്പറും, ഏതൊരു റാഷണൽ ടേർമിനേറ്റിംഗ് നമ്പറും നമുക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. p/q എന്ന ഫോമാറ്റിൽ എഴുതുമ്പോൾ, p/q എന്ന ഫോമാറ്റിൽ എഴുതുമ്പോൾ ബോത്ത് p ആൻഡ് qൻ്റെ ടേംസിൽ കിടക്കുന്ന നമ്പേഴ്സ് പ്രൈം നമ്പേഴ്സ് എന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. 6 to 5. ഓക്കെ,
അപ്പോൾ 0.625 എന്ന ടെർമിനേറ്റിംഗ് നമ്പറിനെ നമുക്ക് P/Q ഫോർമാറ്റിൽ പ്രൈം നമ്പേഴ്സിൻ്റെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്തേ ബാ, നമുക്കൊന്ന് നമ്മളൊന്ന് ലെവലപ്പ് ചെയ്യല്ലേ എന്തായാലും. അപ്പോൾ എത്ര സീറോ വരും? 1 2 3 മൂന്നെണ്ണം ചാടിക്കിടന്നു. അപ്പോൾ 1 2 3 0. ഇനി 625 ഇപ്പോൾ അവിടെ കിടക്കട്ടെ. അതിന് 10ൻ്റെ കാര്യം നോക്കാം. 1 2 3 എത്ര സീറോ ഉണ്ട്? പവർ എത്രയാണ്? അപ്പോൾ 3 സീറോ ഉണ്ട്. സോ 3 പവറാണ്. ഇനി 625നെ നമുക്ക് ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. 625 ആദ്യമേ 5 വെച്ച് തന്നെ എനിക്ക് ചെയ്യാൻ തോന്നുന്നു. 5 1 2 ഇവിടെ നിന്ന് 6 പോയി. ഇനി അടുത്ത 12 ആണുള്ളത്. അപ്പോൾ 2 എടുത്തു. അപ്പോൾ 5 times 2 10 കിട്ടി. ഇനി എന്താണ്? 25. 2 ബാക്കി 25 അല്ലേ വന്നത്? 5. അതൊക്കെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ നല്ലാതെ ഡിവിഷൻ ചെയ്ത് കാണിച്ചു തരാം. 5 1 2 വന്നു അല്ലേ? ഇനി 5 times 2 എടുക്കുമ്പോൾ നമുക്ക് 10 കിട്ടും. 25. 5 എടുത്തു, അതും പോയി 0. അപ്പോൾ അതേപോലെയാണ് ഈ 125 ഇവിടെ വന്നത്. ഓക്കെ, ഇവിടെ എങ്ങനെയായിരിക്കും? 12ൻ്റെ അവിടെ വരുമ്പോൾ 5 2 times എഴുതും. പിന്നെ ബാക്കി എത്രയാ? 10 ഉണ്ട്. അപ്പോൾ 2 ബാക്കി വന്നു. 25 5. പിന്നെയും 5 എടുക്കാം. 5. അപ്പോൾ അവൻ 5ൻ്റെ 5 times 4 ആണ് 625. 5 times 4. നമുക്ക് ഈ 10 ക്യൂബിനെ ഇങ്ങനെ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്താലോ? 2 multiplied by 5 എത്രയാ? ഇവിടെയും ക്യൂബാണ്. അപ്പോൾ 2 ക്യൂബ് ഇൻറ്റു 5 ക്യൂബ്. അതായത് ഈ 5⁴ മേലെയുള്ള ഒരു ഇതിനെ നമുക്ക് 5⁴ 5 ക്യൂബ് ഇൻറ്റു താഴെയാണേ 5 ക്യൂബ് ഇൻറ്റു 5 എന്ന് എഴുതാമല്ലോ. 5 ക്യൂബ് ഇൻറ്റു 5 5 ക്യൂബ് ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ ആ 5ൽ നിന്ന് ഒരു 5 ക്യൂബിൻ്റെ കൂടെ ഒരു 5 കൂടെ ചാടിക്കയറിയാൽ 5⁴. യാ, അപ്പോൾ ഈ 5 ക്യൂബും ഈ 5 ക്യൂബും ക്യാൻസൽ ആവുകയെ നമുക്ക് എന്ത് കിട്ടി? 5/2 ക്യൂബ്. 5/2 ക്യൂബ് കണ്ടോ? 5ഉം ഒരു പ്രൈം നമ്പറാണ്, 2ഉം ഒരു പ്രൈം നമ്പറാണ്. അതായത് ഏതൊരു ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പറിനെയും എനി ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് P/Q. ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ബി എന്ന് പറയുന്ന സ്ഥാനത്ത് 10⁻x എന്നൊരു പവർ ആയിരിക്കുമെന്ന്. നമ്മൾ തൊട്ട് മുന്നേ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 10⁻10ൻ്റെ പവറിൽ വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിളിൻ്റെ പവറിൽ 2 × 5 ദ ഹോൾ അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ ഡെഫിനിഷൻ ഒന്നുകൂടെ പറഞ്ഞു വന്നേ. എനി ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് P/Q where Q is of the form 2⁻m into 5⁻n. ഇത് ക്യൂവിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, നമ്മളിപ്പോൾ ബോർഡിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ഒരു സംഭവം ഇവിടെ കിടക്കട്ടെ. 0.375 അവസാനം നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ എത്തി, ഇത്രയും ചെറിയ ഫോമിലെത്തി. പക്ഷെ അതിന് തൊട്ട് മുന്നേ ഇവിടെ 10 ക്യൂബ് ആയിരുന്നു. ഏതൊരു നമ്പറിനെ നമുക്ക് 10ൻ്റെ ടേംസിൽ പവർ വെച്ച് ക്യൂവിൻ്റെ സ്ഥാനത്ത് എത്തിക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അതിന് നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ 2ൻ്റെയും 5ൻ്റെയും ടേംസ് നമുക്ക് കിട്ടത്തില്ലേ? ഇവിടെ ഇപ്പം നമുക്ക് ചിലപ്പോൾ ഡൗട്ട് തോന്നാം, ഇവിടെ എം എന്നും എന്തിനാണ് കൊടുത്തത്? 2 സെയിം നമ്പർ തന്നെ കൊടുത്തുകൂടെയാണ്. കാരണം ഇവിടെ 3 3 ആയിരുന്നല്ലോ. പക്ഷേ ക്യാൻസൽ ചെയ്തിട്ട് നമുക്കിപ്പോൾ കിട്ടിയത് 2 ക്യൂബ് എന്ന് മാത്രമല്ലേ? ഈ 2 ക്യൂബിൻ്റെ കൂടെ നമുക്ക് 3/2 ക്യൂബ് ഇൻറ്റു 5⁻0 മേലെയും താഴെയും 5⁻0 മേലെയും താഴെയും ഒരു ഫ്രാക്ഷൻ്റെ മേലെയും താഴെയും എന്ത് ചെയ്താലും ക്യാൻസലായി പോകും. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരത്തില്ല, ഒരു ചേഞ്ചും വരത്തില്ല എന്നറിയാമല്ലോ. 5⁻0യും 5⁻0യും മേലെയും താഴെ ഇട്ടാൽ എന്തെങ്കിലും മാറ്റം വരുമോ? അപ്പോൾ ഇതും ഈ ഒരു ഫോർമാറ്റ് ആണ്. ഇവിടെ 3 എമ്മിൻ്റെ സ്ഥാനത്ത് 3, എന്നിൻ്റെ സ്ഥാനത്ത് 0 വന്നു എന്ന് മാത്രം അല്ലേ? അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഏതൊരു നമ്പറും നിങ്ങൾ എഴുതി വെച്ചോ, any rational terminating rational number can be represented in the form P/Q where Q is of the form in the 2⁻m into 5⁻n where m and n are any non-negative integer. അതായത് 0 തൊട്ട് മേലെ ഹോൾ നമ്പേഴ്സ് ഏത് വേണമെങ്കിലും ആവാം. ഇപ്പോൾ ഇവിടെ 0 ആയിരുന്നല്ലോ നേരത്തെ ഞാനിപ്പോൾ കാണിച്ച എക്സാമ്പിൾ. 5⁻0 എന്നല്ലേ നമ്മൾ ഇട്ടത്. അപ്പോൾ 0യും ആവാം
പിന്നെ മേലോട്ടുള്ള ഏത് പോസിറ്റീവ് ഇൻറ്റിജർ വേണമെങ്കിലും ആവാം. ഓക്കെ, ഇതാണ് നിങ്ങൾ ഇവിടെ നിന്ന് നോട്ട് ചെയ്യേണ്ട ആദ്യത്തെ ഒരു പോയിന്റ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് തോന്നിക്കാണും, നമ്മളിപ്പോൾ ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പേഴ്സിൻ്റെ പേരിലാണ് ഡിഫൈൻ ചെയ്തത്. ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ. ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പേഴ്സ് P/Q ഫോമാറ്റിൽ എഴുതാൻ പറ്റും. ക്യൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് 2m × 5n എന്ന രീതിയിൽ എഴുതാൻ പറ്റും എന്ന് നമ്മൾ പഠിച്ചു. ഇനി അതൊന്ന് തിരിച്ചാലോചിച്ചാലോ? അതായത് ഒരു നമ്പർ, റാഷണൽ നമ്പർ നമുക്ക് കിട്ടി, P/Q ഫോമിൽ ഒരു റാഷണൽ നമ്പർ, ഒരു ഫ്രാക്ഷൻ നമുക്ക് കൊണ്ട് തന്നേക്കുകയാണ്. അത് പറഞ്ഞേക്കാണ് അത് ഒരു ഫ്രാക്ഷൻ, പക്ഷേ റാഷണൽ നമ്പർ ആണെന്നും അറിയാം. റാഷണൽ നമ്പർ ആണെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യുമോ? അതായത് താഴെ ക്യൂ എന്ന് പറയുന്നത് 2m × 5n എന്ന രീതിയിൽ തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെ തന്നെയാണ് കിടക്കുന്നതെങ്കിൽ അത് നമ്മൾ സോൾവ് ചെയ്താൽ ടെർമിനേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡെസിമൽ കിട്ടുമോ എന്നാണ് ചോദ്യം. കിട്ടും. ഓക്കെ, കിട്ടും. അതല്ലേ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോവുകയാണെങ്കിലോ? ഈ ഒരു ഒറ്റ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ 3 ഉണ്ട്, താഴെ 2³ ഉണ്ട് അല്ലേ. ഇവിടെ ഇനി നമ്മൾ 3.375 ആണ് വേണ്ടത്. നമ്മളിവിടെ ഇപ്പോൾ എന്താ ചെയ്തത്? 5³ മേലെയും താഴെയും കട്ട് ചെയ്തു. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പോവുക? 5³ മേലെയും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവുക. ചേഞ്ച് ഒന്നുമില്ലല്ലോ, മേലെയും താഴെ ഒരേ നമ്പർ വെച്ചാൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5³ × 3 എന്താ നമുക്ക് കിട്ടിയേ? 5³ × 3 എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലാതെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? നമ്മൾ ജസ്റ്റ് ഈ സംഭവം ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല എന്ന് നോക്കുകയാണെങ്കിൽ 5³ എന്ന് പറയുമ്പോൾ എന്താ? 5² 25 ആണ്. അപ്പോൾ 5³ നമുക്ക് പെട്ടെന്ന് കത്തുന്നില്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചെയ്ത് നോക്കാം. 25 125 ആണ് 5³ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ 3 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ, 125 മൾട്ടിപ്ലൈഡ് ബൈ 3 15 7 3 375 ഒന്ന് കിട്ടി. താഴെയാണെങ്കിലോ 5³ മൾട്ടിപ്ലൈഡ് ബൈ 3³ 5³ എത്രയാണ്? 125. അതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 4 8 × 2 16 7 20 18 19 20 1000 കിട്ടി. 1000 എന്ന് പറയുമ്പോൾ എത്ര പോയിന്റ് വരുന്നത്? 1 2 3.375. അതല്ലേ ഇവിടെയും കിടക്കുന്നത്. അപ്പോൾ P/Q ഫോർമാറ്റിൽ ഏതൊരു നമ്പറും വേർ Q is of the റെപ്രസെൻറ്റേഷൻ 2m × 5n എന്ന രീതിയിലാണെങ്കിൽ അതൊരു ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ തന്നെയായിരിക്കും. ടെർമിനേറ്റിംഗ് നമ്പർ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് നടക്കും. നമ്മുടെ ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ കിട്ടിയാൽ അതിനെ ഒരു P/Q ഫോർമാറ്റിൽ ഈ ഒരു രീതിയിൽ തന്നെ Q കിട്ടുന്ന രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. P/Q ഫോർമാറ്റിൽ Q 2m × 5n എന്ന രീതിയിൽ തന്നാൽ അതൊരു ടെർമിനേറ്റിംഗ് റാഷണൽ നമ്പർ ആയിരിക്കും എന്ന കാര്യം നമുക്ക് കിട്ടി. സോ അങ്ങോട്ടും പോകാൻ പഠിച്ചു, തിരിച്ച് ഇങ്ങോട്ടും വരാൻ പഠിച്ചു. നമ്മൾ അങ്ങോട്ട് പോയാൽ മാത്രം പോരല്ലോ, തിരിച്ച് വരാനുള്ള വഴി നമുക്കറിയണ്ടേ. അപ്പോൾ അത് സെറ്റ്. ഇനി എന്താ നമുക്കുള്ളത്? ഇനി ഒറ്റ സംഭവം കൂടെ ഉള്ളൂ. നോൺ ടെർമിനേറ്റിങ്ങിലോട്ട് കയറിയാൽ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് നമ്പേഴ്സ്, അതും കൂടെ ഇപ്പം തന്നെ ശരിയാക്കി തരാം. ഓക്കെ, അതായത് ഈ P/Q ആണ് മെയിൻ പയ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു റാഷണൽ നമ്പർ തന്നേക്കാണ് P/Q. അത് റാഷണൽ നമ്പർ ആണെന്നും പറഞ്ഞു, പക്ഷേ അതിൻ്റെ Q പാർട്ട്, ഡിനോമിനേറ്റർ പാർട്ട് 2m × 5n എന്ന രീതിയിൽ എഴുതാൻ പറ്റുന്നില്ല. പക്ഷെ പറയുകയാണ് അവൻ റാഷണൽ നമ്പർ തന്നെയാണ്. ഒരു നമ്പർ റാഷണൽ നമ്പർ തന്നെയാണെന്ന് പറഞ്ഞു തരുന്നു. പക്ഷേ P/Q ഫോർമാറ്റിൽ എഴുതുമ്പോൾ അവൻ്റെ Q എന്ന് പറയുന്ന ഡിജിറ്റ് നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ ഒരു നോൺ ടെർമിനേറ്റിംഗ് നമ്പർ ആയിരിക്കും. റെക്കറിംഗ് ടെർമിനേറ്റിംഗ് നമ്പർ ആയിരിക്കും. ഒന്നുകൂടെ പറയാം, ഒരു നമ്പർ നമുക്ക് തന്നു. ഇപ്പോൾ 4/3 എന്നൊരു നമ്പറാണ്. നമ്മൾക്ക് പറയുകയാണെങ്കിൽ ഇവൻ റാഷണൽ ആണ്, ഇവനെ സൂക്ഷിച്ചു, അവൻ റാഷണൽ ആണ്. സൂക്ഷിക്കേണ്ട, അവൻ റാഷണൽ നമ്പർ അല്ല, ഇപ്പോൾ കുഴപ്പമില്ല, നല്ല പയ്യന.
റാഷണൽ നമ്പർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവനെങ്ങനെ റാഷണൽ ആവും? ഈ ഒരു രീതി എഴുതാൻ പറ്റില്ലല്ലോ. 2 ഇല്ല. നമുക്ക് വേണമെങ്കിൽ 2⁻0യും 5⁻0 ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞു. എന്നാലും അപ്പോൾ ഈ 3 കിടക്കുകയല്ലേ, 3⁻1 കിടക്കുകയല്ലേ. അപ്പോൾ അതെങ്ങനെ ശരിയാവും? ഇവൻ റാഷണൽ നമ്പർ ആണ്, ഇവൻ ഇങ്ങനെ എഴുതാനും പറ്റുന്നില്ലെങ്കിൽ അവൻ തീർച്ചയായിട്ടും നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് നമ്പർ ആയിരിക്കും. കാരണം ഒരു റാഷണൽ നമ്പർ ഒന്നില്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് നമ്പർ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ആയിരിക്കും, ഉറപ്പാണ്, തീർച്ച. അപ്പോൾ ഇത് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? 3 വരുമ്പോൾ 1, ബാക്കി റിമൈൻഡർ 1, 0 വന്നു, ഒരു പോയിന്റ് ഇട്ടു. 10ൻ്റെ അടുത്ത് വരുന്ന ഏതാ? 9 വരും. പിന്നെ റിമൈൻഡർ 1, 0 വന്നു, 3 ഇട്ടു. ഇതിങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകും. സോ 4/3 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 1.3 റെക്കറിംഗ് എന്ന് എഴുതാം. മനസ്സിലായോ? ഏതൊരു റാഷണൽ നമ്പർ p/q, എനി റാഷണൽ നമ്പർ of the form p/q in which q is not equal to 2m plus 5 into 5n, then we can confidently say that this digit, the value will be a non-terminating recurring number. Repeat ചെയ്യുന്ന വാല്യൂ ആയിരിക്കും അത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ. വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ച ഒരു എക്സാമ്പിളാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു 1 നമ്പർ മാത്രമായിട്ടാണ് കിടക്കുന്നത്. 1/7 എന്ന നമ്പർ ആണെങ്കിലോ അതൊരു തീർച്ചയായിട്ടും 2m into 5n എന്ന രീതിയിലല്ല കിടക്കുന്നത്. അതായത് ഞാൻ 1/7 into 2⁻0 into 5⁻0 എന്നിട്ടാലും ഈ സംഭവം ഇപ്പോൾ വന്നെങ്കിലും ഈ 7 ഇവിടെ കിടക്കുകയല്ലേ, അവൻ പോകത്തില്ല, അവൻ ഇവിടെ തന്നെ കിടക്കും. അപ്പോൾ മേലെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. എന്ത് താഴെ ചെയ്താലും ഒരു ഗുണവും ഇല്ല, എന്തായാലും ആ 7 അവിടെ തന്നെ കിടക്കും. പക്ഷെ പറയുകയാണെങ്കിൽ റാഷണൽ നമ്പർ ആണെന്ന്. ഇവൻ റാഷണൽ നമ്പർ ആണ് ഈ ഫോമാറ്റിലും, അല്ലെങ്കിൽ എന്താണ് അവൻ? നോൺ ടെർമിനേറ്റിംഗ് ആണ്. ടെർമിനേറ്റ് ചെയ്യത്തില്ല, പക്ഷേ റെക്കറിംഗ് ആയിരിക്കും. എന്താണ്? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 7 ഇപ്പോൾ പോയിന്റ് വരും, എന്തായാലും 1 വെച്ച് ഡിവൈഡ് ആവത്തില്ല. സോ 1, 7, 3, 30 വരുമ്പോൾ ഏതാ? 28 വരും. 20ക്ക് അടുത്ത് ഏതാ? 2 വരും അല്ലേ, 14 വരും. പിന്നെ 60ക്ക് അടുത്ത് ഏതാ? 8, 56 വരും അല്ലേ. പിന്നെ 40ൻ്റെ അടുത്ത് ഏതാ വരുന്നത്? 5 വരും അല്ലേ. 35, 50ക്ക് അടുത്ത് ഏതാ വരുന്നത്? നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 7, 49ൻ്റെ കാര്യം. 49, ബാക്കി 1 വന്നു. 1 അല്ലേ ഇവിടെ. ഇനി അത് 10 ഇട്ട് കൊടുത്താൽ ഇതേ കണക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകും. സോ 1/7 will be equal to 0.14287 ബാർ. കുറച്ചങ്ങ് നീട്ടിപ്പോയെങ്കിലും അവർ റെക്കറിംഗ് ഇത് തന്നെയാണ് നമ്മൾ തെളിയിച്ചു. കണ്ടോ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്. നോൺ ടെർമിനേറ്റിംഗ് ഒരു നമ്പർ, ഒരു റാഷണൽ നമ്പർ p/q ഫോർമാറ്റിൽ എഴുതുമ്പോഴും q is equal to 2m into 5n എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പറയാം അവൻ നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ് നമ്പർ ആണ്. നോൺ ടെർമിനേറ്റിംഗ് റെക്കറിംഗ്, റിപ്പീറ്റിംഗ് നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സംഭവം. ഇപ്പം നിങ്ങൾ എന്തൊക്കെയാണ് ഇന്നിപ്പോൾ പഠിച്ചത്? നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആണ് പഠിച്ചത് അല്ലേ. റാഷണൽ നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പെട്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ 2 ടൈപ്പ്, ടെർമിനേറ്റിങ്ങും നോൺ ടെർമിനേറ്റിംഗ് ആണെങ്കിൽ റെക്കറിംഗ് ആയിരിക്കും. എന്തെങ്കിലും ഒരു റാഷണാലിറ്റി വേണം അവർ. ഒന്നില്ലെങ്കിൽ ടെർമിനേറ്റിംഗ് അവിടെ കയറി നിൽക്കും, അല്ലെങ്കിൽ അങ്ങ് പോവുകയാണെങ്കിൽ ഒരു പാറ്റേണിലായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പിന്നെ എന്ത് പഠിച്ചു? 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിച്ചത്. എന്ത്? ടെർമിനേറ്റിംഗ് നമ്പറിനെ ഡെസിമലിലോട്ടാക്കുമ്പോൾ ഒരു ടെർമിനേറ്റിംഗ് നമ്പർ ആണെങ്കിൽ ഓഫ് കോഴ്സ് എന്താ അത്? റാഷണൽ നമ്പർ തന്നെയാണ്. അതിനെ ഡെസിമൽ രീതിയിലോട്ടാക്കുമ്പോൾ a/b ഫോർമാറ്റിൽ വരികയാണെങ്കിൽ b എപ്പോഴും 10⁻x എന്ന രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതൊരു കാര്യം പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? റാഷണൽ നമ്പർ p/q, ആ ടെർമിനേറ്റിംഗ് നമ്പറിനെ നമ്മളൊരു ഫ്രാക്ഷൻ ആക്കി മാറ്റി p/q ഫോർമാറ്റിൽ എടുത്ത് മാറ്റിയെങ്കിൽ അതെന്തായാലും ടെർമിനേറ്റിംഗ് നമ്പർ ആണെങ്കിൽ ഡിനോമിനേറ്റർ 2m into 5n എന്ന രീതിയിൽ എഴുതാൻ പറ്റും. തീർച്ച, ഉറപ്പ്. കാരണം 10⁻x എന്ന രീതിയിൽ എഴുതാൻ പറ്റുമെങ്കിൽ അതിനെ 2ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ ആയിട്ടും എഴുതാൻ പറ്റുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലേ പഠിച്ചു കഴിഞ്ഞു അല്ലേ. പിന്നെ എന്താ പഠിച്ചത്? അത് തിരിച്ച് നമുക്കിപ്പോൾ ഒരു ഫ്രാക്ഷൻ തന്നു. ഫ്രാക്ഷൻ ടെർമിനേറ്റ് ചെയ്യോ ഇല്ലേന്ന് അറിയണം. ഫ്രാക്ഷൻ ടെർമിനേറ്റ് ചെയ്യോ ഇല്ലേന്ന് അറിയാൻ നിങ്ങൾ ആ ഫ്രാക്ഷൻ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഫ്രാക്ഷൻ ഈ ഫോർമാറ്റിൽ എഴുതാൻ പറ്റുമെന്ന് മാത്രം നോക്കിയാൽ മതി.
2m×5 എന്ന രീതിയിൽ ആ ഫ്രാക്ഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ, 2ൻ്റെയും 5ൻ്റെയും പവേഴ്സിൽ ഡിനോമിനേറ്റർ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ടെർമിനേറ്റിംഗ് നമ്പറാണ് തീർച്ച. പിന്നെ എന്താ പറഞ്ഞത്? അപ്പോൾ ടെർമിനേറ്റിംഗ് നമ്പറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നോൺ റെക്കറിംഗ് നമ്പേഴ്സ് എപ്പോൾ വരും? നോൺ റെക്കറിംഗ് നമ്പർ ഒരു റാഷണൽ ഫ്രാക്ഷൻ നമുക്ക് തന്നു. ആ റാഷണൽ ഫ്രാക്ഷനെ നമുക്ക് ഈ ഒരു രീതിയിൽ ഡിനോമിനേറ്റർ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അവൻ റാഷണൽ ആണെങ്കിൽ ഉറപ്പായിട്ടും അവൻ ടെർമിനേറ്റിംഗ് അല്ല, നോൺ ടെർമിനേറ്റിംഗ്, പക്ഷേ റെക്കറിംഗ് നമ്പറാണ്. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എങ്ങനെ നമുക്ക് ഈ നോൺ റെക്കറിംഗ് നമ്പേഴ്സിനെ നമുക്ക് ഫ്രാക്ഷനായിട്ട് തിരിച്ചു മാറ്റാൻ പറ്റും. അതായത് ഈ ഒരു നമ്പറിനെയും തിരിച്ച് 1/7 എന്ന രീതിയിൽ മാറ്റാനൊക്കെ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാം ഇനി വരുന്ന എൻട്രൻസിനും അല്ലാതെയുള്ള ബാക്കി അതിന് ശേഷമുള്ള പല എക്സാംസും ഉണ്ട്. നിങ്ങൾക്ക് ഇനി പലതും ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലെ പറയാണ്, ഇമ്പോർട്ടൻ്റ് ആണിത്. സൈമിൾട്ടേനിയസ്ലി ആണ് നിങ്ങൾ അതിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ ഇതിൻ്റെ ഒരു സിലബസ് രീതിയിൽ തിയറി സംഭവങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലംസും കോമ്പറ്റേറ്റീവ് എക്സാംസ് ലെവലിൽ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, എങ്ങനെ തിരിച്ച് അങ്ങോട്ട് മാറ്റും എന്നുള്ള കാര്യമൊക്കെ ഗ്രീൻ ചാനലിൻ്റെ അടുത്ത് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതും അതിൻ്റെ ഷോർട്ട് കട്ടായിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നത് നമ്മുടെ മോട്ടോ എന്താ? ബാക്കിയുള്ളവർ പേന തൊടുമ്പോൾ നമ്മൾ ആൻസർ എഴുതി പേന എടുക്കും. ആ രീതിയിൽ സ്പീഡായിട്ട് നമ്മൾ വന്ന് കഴിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൊക്കെ കാണാം. ഓക്കെ, സോ ഹാവ് എ ഗ്രേറ്റ് ഡേ അഹെഡ്, ഹാവ് എ ഗ്രേറ്റ് ലൈഫ് അഹെഡ്. See you soon. Bye. Okay.